ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ തലത്തിൽ ചർച്ചയായ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതായത് ഫുട്പാത്തിലൂടെ ബൈക്ക് ഓടിച്ചു പോകുന്ന ഒരു ബൈക്ക് യാത്രക്കാരനെ പത്മാവതി അമ്മ എന്ന വയോധികയായ അമ്മ വലിയ തരത്തിൽ തടഞ്ഞു നിർത്തുകയും പാഠം പഠിപ്പിക്കുന്നതൊക്കെ വലിയ തരത്തിൽ ചർച്ചയായതാണ്. ഏതായാലും ഇപ്പോൾ ആ ബൈക്ക് യാത്രക്കാരനെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിനു ജോസാണ് ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത്. ഏത് തലത്തിലുള്ള ഒരു നടപടിയാണ് ബൈക്ക് യാത്രക്കാരനെതിരെ എടുത്തിരിക്കുന്നത്? നിലവിൽ അദ്ദേഹത്തിനെ ഞങ്ങൾ ഓഫീസിലോട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ നിലവിൽ അദ്ദേഹത്തിനെതിരെ നമ്മൾ ഒരു 3250 രൂപ പിഴ അടയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലൈസൻസ് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിനെതിരെ എടുത്തിരിക്കുന്ന കേസ് നമ്മൾ വെർച്വൽ കോടതിയിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത നടപടി എന്ന് പറയുന്നത് നമ്മുടെ IDTR എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഞങ്ങൾക്ക് മലപ്പുറം എടപ്പാളിലാണ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ആണുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരാഴ്ച ക്ലാസ്സിന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വരുന്ന മുറയ്ക്ക് ബാക്കി നടപടിയിലേക്ക് കിടക്കാമെന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിൽ പല ഭാഗത്തും നഗരഹൃദയങ്ങളിലടക്കം കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഫുട്പാത്തിലൂടെ ചെറുപ്പക്കാരായ ആളുകൾ മറ്റ് ബൈക്ക് യാത്രക്കാരെല്ലാം ഇങ്ങനെ പോകുന്നത്. അതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ബോധവൽക്കരണം അല്ലെങ്കിൽ നടപടികൾ എടുക്കുമോ? നിലവിൽ ഇത്തരത്തിലുള്ള നടപടികൾ ഞങ്ങൾ ചെയ്തു വരികയാണ്. ഇപ്പോൾ പെഡസ്ട്രിയൻ ക്രോസിങ്ങുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ നമ്മുടെ ഫുട്പാത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് നമ്മൾ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ പെഡസ്ട്രിയൻ സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞങ്ങളൊരു 10-12 കേസുകൾ ഫുട്പാത്തുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അപ്പോൾ ജനങ്ങൾ കൂടി സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ പത്മാവതി അമ്മയെ പോലുള്ള ആൾക്കാരും കൂടി നമുക്കൊരു സഹായം, അത് അവരുടെ ഒരു മാതൃകാ പ്രവർത്തനം കൂടി ആകുമ്പോൾ നമുക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ ഇതൊരു സഹായമാവും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഞങ്ങൾ മഫ്തി ഒരു ഓപ്പറേഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കോഴിക്കോട് എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം പോലീസും കൂടി ചേർന്ന് ഫുട്പാത്തുകൾ പെഡസ്ട്രിയൻ ക്രോസിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതേപോലെ മഫ്തി ഓപ്പറേഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ മാത്രം കണ്ടുവരുന്നതാണ് ബസ് യാത്രക്കാർ ബസ് വളരെ, അതായത് പ്രൈവറ്റ് ബസ്സുകൾ വളരെ അമിത വേഗതയിൽ പോകുന്നു. അതായത് സീബ്ര ലൈനിൽ നിർത്തുന്നു. വഴിനട യാത്രക്കാർക്ക് ഒരു പരിഗണനയും കൊടുക്കുന്നില്ല. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാവും? തീർച്ചയായും ഞങ്ങളുടെ മോട്ടോർ വെഹിക്കിൾ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം ഇതുവരെ പരാതികളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ബസ്സുകൾക്കെതിരെ ഇപ്പോൾ നടപടി എടുത്തു കഴിഞ്ഞു. നിലവിൽ അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഡ്രൈവർമാരെ വിളിച്ചു വരുത്തി അവരുടെ ലൈസൻസ് ഏകദേശം ഒരു 10-20 ലൈസൻസ് ഞങ്ങളിപ്പോൾ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർ അതിൽ നിന്ന് പിന്മാറുകയാണ് വേണ്ടത്. അപ്പോൾ അവർക്കെതിരെ ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഭീഷണിയാവുന്ന തരത്തിൽ റോഡ് ഉപയോഗിക്കുന്ന ഡ്രൈവർമാർക്കെതിരെയും അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർക്കെതിരെയും റോഡ് സേഫ്റ്റി നിയമപ്രകാരം ഞങ്ങൾ പിഴ ചുമത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും റോഡിലെ ഗതാഗത നിയമ ലംഘനങ്ങൾക്കെതിരെ കർശനമായ നടപടിയുമായിട്ടാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് പോകുന്നത്. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.